വിശ്വാസികളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസം പൂർത്തിയാക്കി പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം 2 ജുമുഅകളിൽ പങ്കെടുക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഇസ്ലാമിലെ ആഘോഷം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കൊണ്ടാടുന്നത് പോലെയുള്ള അടിച്ചുപൊളിയുടെ ആഘോഷങ്ങളല്ല, മറിച്ച് പരിശുദ്ധമായ ദീനിലെ ആഘോഷം ആരാധനകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ അനുഷ്ഠിച്ച പ്രവർത്തനങ്ങളിൽ ഒരൊറ്റ പ്രവർത്തനം മാത്രമാണ് ഇന്ന് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ളൂ. അത് നോമ്പാണ്. പെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ ഹറാമാണ്, നോമ്പെടുക്കാൻ പാടില്ല. എല്ലാവരും സന്തോഷത്തിൽ പങ്കാളികളാകണം എന്നതിനാണ് നമ്മൾ ഫിത്ർ സക്കാത്തൊക്കെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസക്കാലം ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇന്നും നമുക്കുണ്ട്. അതിൽ ചിലത് അധികമാണ് പെരുന്നാളിൻ്റെ പ്രത്യേകത. സാധാരണ ദിവസങ്ങളിൽ ഇല്ലാത്ത രൂപത്തിൽ ഒരു നമസ്കാരം നമുക്ക് അധികമാണ്. ആ നമസ്കാരത്തിൽ തന്നെ സാധാരണ നമസ്കാരങ്ങളിൽ ഇല്ലാത്ത രൂപത്തിൽ തക്ബീറുകൾ 12 തക്ബീറുകൾ അധികമാണ്. അതേപോലെ തന്നെ ആ നമസ്കാരത്തിന് ശേഷം ഒരു ഖുതുബയും നമുക്ക് അധികമായി ചെയ്തത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. ആ ആരാധനകളിൽ കൂടുതൽ അള്ളാഹുവിലേക്ക് മത്സരിക്കണം എന്ന ചിന്തയാണ് ഈദ് നമുക്ക് നൽകുന്നത്. അറബിയിൽ ഈദ് എന്ന പദത്തിന്റെ അർത്ഥം മടക്കം എന്നാണ്. ആദ എന്ന പദത്തിൽ നിന്നാണ് ഈദ് എന്നത് വന്നത്. മടക്കമാണ്. നമ്മൾ ഇത്രയും ചെയ്ത പ്രവർത്തനത്തിലേക്ക് തന്നെ വീണ്ടും മടക്കമാണ് ഈദിലൂടെ ഉണ്ടാകേണ്ടത്. അതല്ലാതെ നമ്മൾ ഒരു മാസം നിർത്തിവെച്ചതിലേക്ക് തിന്മകളിലേക്കുള്ള മടക്കം ഒരിക്കലും ആയിത്തീരുവാൻ പാടില്ല. സാധാരണ നമ്മുടെ നാട്ടിലെ ആളുകളുടെ അവസ്ഥ അങ്ങനെയാണ്. അവരുടെ ഈദ്, അവരുടെ മടക്കം റമദാനിന് മുമ്പ് അവർ എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ ഒരിക്കലും നമ്മൾ ആകുവാൻ പാടില്ല. സഹോദരന്മാരെ, പെരുന്നാളും തുടർന്നുള്ള ദിവസവും നമുക്കുള്ള പരീക്ഷണത്തിന്റെ വേളകളാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ റമദാൻ മാസത്തിന്റെ 29 ദിനരാത്രങ്ങളിൽ നമ്മൾ കുറെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാക്കാൻ ഞാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അത് റബ്ബിന്റെ ഒരു പരീക്ഷണമാണ്. പെരുന്നാൾ ദിവസമായപ്പോൾ ഒരു പരീക്ഷണം കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത്. രാവിലെ ഒരു നമസ്കാരത്തിൽ കൂടി, രണ്ടാമത് വീണ്ടും ഒരു ജുമയിൽ പങ്കെടുക്കൽ. സാധാരണ വെള്ളിയാഴ്ച വ്യത്യസ്തമായി രാവിലെ പങ്കെടുത്ത ആൾക്ക് ഇളവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജുമയിലേക്ക് പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ നമ്മൾ പുലർന്നത് തന്നെ ഒരു പരീക്ഷണം കഴിഞ്ഞിട്ടാണ്. ആ പരീക്ഷണത്തിൽ വിജയിച്ച എത്ര ആളുകൾ, ഞാനും നിങ്ങളും എത്ര ആളുകൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്നതിന്റെ ഉത്തരത്തിൽ നിന്നാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. സഹോദരന്മാരെ, കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ ഇശാ നമസ്കാരങ്ങൾക്ക് ശേഷം തറാവീഹ് നമസ്കരിച്ചിരുന്നു. അവസാനത്തെ 10 ധാരാളം ആളുകൾ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചിരുന്നു. അഥവാ ഇശായിന്റെയും സുബഹിന്റെയും ഇടയിൽ 11 റക്അത്ത് സുന്നത്താക്കപ്പെട്ട നമസ്കാരം നമ്മൾ എല്ലാവരും നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, റമദാൻ മാസത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ് ആ നമസ്കാരം സ്ഥിരമായി ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത്. എന്നാൽ റമദാൻ മാസത്തിൽ മാത്രമുള്ള നമസ്കാരമല്ല രാത്രി നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചത്, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമദാൻ വലാ ഫീ ഗൈരിഹി ഇല്ലാ 11 റക്അ. റമദാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11-ൽ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല എന്നാണ്. പ്രവാചകൻ എല്ലാ ദിവസവും രാത്രി നമസ്കരിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, 29 ദിവസം നമ്മൾ രാത്രി നമസ്കരിച്ചിട്ട് ഇന്നലെ ശവ്വാൽ പിറ കണ്ടതിന് ശേഷം ഉള്ള സമയത്ത് ഇശായിന്റെയും സുബഹിന്റെയും ഇടയിൽ നമ്മളിൽ എത്ര ആളുകൾ രാത്രി നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്? 11 റക്അത്തുകൾ നമുക്ക് നിർവഹിക്കണം എന്നില്ല. മിനിമം ഒരു 3 റക്അത്തെങ്കിലും വിതറായിക്കൊണ്ട് നമസ്കരിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ആ ചോദ്യത്തിന്റെ മനസ്സിൽ ഉത്തരം പറഞ്ഞെടുത്ത് തുടങ്ങണം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കാൻ സന്നദ്ധമാകുന്നുണ്ടോ, കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്.
അല്ലദീ ഖലഖൽ മൗത് വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും ജീവനവും നൽകിയത് ആരാണ് നിങ്ങളിൽ ഏറ്റവും നന്നായി പണിയെടുക്കുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. നന്നായി പണിയെടുത്തവനാണ് നാളെ പരലോകത്ത് കൂലി ലഭിക്കുക. സഹോദരന്മാരെ, പടച്ചറപ്പന്റെ ആ പരീക്ഷ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നന്നാകേണ്ടതുണ്ട്. ഉണ്ട് എന്നാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മളെ തുടർന്ന് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സൂറത്തുൽ ഹിജ്റിൽ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കണം, വഅബ്ദു റബ്ബക, നീ റബ്ബിനെ ആരാധിക്കണം, ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ യഖീൻ വന്നെത്തും വരെ. എന്താണ് യഖീൻ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് യഖീൻ യഅനി അൽ മൗത്ത്, മരണമാണ്. നമ്മുടെ മരണം നമ്മളിലേക്ക് പിടികൂടുന്നതിന് മുമ്പ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ അതുവരെ നമ്മൾ ഇബാദത്ത് വെച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ആരാധനകൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഫുൾ സ്റ്റോപ്പ് പോയിട്ട് ഒരു കോമ പോലും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. ആരാധനകൾ തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. അത് എപ്പോഴും അതിന് പ്രത്യേകമായ അവസ്ഥകൾ അതിനിടവില്ല. പെരുന്നാളായി കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോകേണ്ട എന്നില്ല. പെരുന്നാളായി കഴിഞ്ഞാലും ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തണം. പെരുന്നാളായി കഴിഞ്ഞാൽ എന്തുമാകാമെന്നല്ല. പെരുന്നാളായി കഴിഞ്ഞാലും അള്ളാഹുവിനെ നമ്മൾ ആരാധിച്ചുകൊണ്ട് പടച്ചവനെ പേടിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹു നമ്മൾക്ക് എല്ലാ സമയത്തും നമുക്ക് പരീക്ഷണം എന്നോണം നമ്മുടെ മുമ്പിലേക്ക് പലതും വിട്ടു നൽകും. അതിൽ എത്ര ആളുകൾ വിജയിക്കുന്നു എന്നിടത്താണ് കാര്യമുള്ളത്. നമ്മൾ വിജയിക്കാൻ സന്നദ്ധമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ലാ തകുൻ റമദാനിയൻ, നീ ഒരിക്കലും റമദാനിന്റെ ആളായി മാറരുത്. ഫകുൻ റബ്ബാനിയൻ, നീ റബ്ബിന്റെ ആളായി തീരണം. കാരണം എന്താണ്? ഒരു മാസക്കാലം ഏത് റബ്ബിന് വേണ്ടിയാണോ നീ ഇബാദത്ത് എടുത്തത്, അതേ റബ്ബ് തന്നെയാണ് അടുത്ത 11 മാസക്കാലവും നിന്റെ കൂടെയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എവിടെയായിരുന്നാലും ആ റബ്ബ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ബോധത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുണ്ട്. നീ അറിയണം റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ, നിന്റെ ഹൃദയത്തിന്റെ മന്ത്രണം പോലും ആ റബ്ബ് അറിയുന്നുണ്ട്. ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എത്രത്തോളം പണിയെടുക്കുമെന്ന് സഹോദരന്മാരെ തീരുമാനിക്കാൻ കഴിയേണ്ടതുണ്ട്. റമദാനിന്റെ തുടർച്ച നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം സ്ഥിരമായി ചെയ്യുന്നതാണ്. റസൂൽ അവിടെ നിർത്തിയിട്ടില്ല. പ്രവാചകൻ പറഞ്ഞത് അവിടെ നിർത്തിയിട്ടില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം സ്ഥിരമായി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. ഒരു ചെറിയ വാചകം കൂടി പ്രവാചകൻ ചെയ്തു. അതെന്താണ്? അത് എത്ര കുറച്ചാണെങ്കിലും ശരി, കുറേ ചെയ്യണമെന്നതല്ല, തുടർച്ചയായി കുറച്ച് ചെയ്യുക, അവിടെയാണ് വിഷയം. സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ 1, 2, 3 തവണയൊക്കെ ഖത്ം തീർച്ച ആളുകൾ, അതിനേക്കാൾ കൂടുതൽ തീർത്തവർ ഈ കൂട്ടത്തിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് എത്തിയിട്ട് നമ്മൾ ഖുർആൻ എത്ര പേജ് ഓതിയിട്ടുണ്ട്? ഇല്ലെങ്കിൽ ഓതണം. നമ്മൾ തുടർച്ചയായി അങ്ങോട്ടേക്ക് സ്ഥിരമായി പാരായണം ചെയ്ത രീതി നമുക്കുണ്ടാകണം. കുറേ വേണമെന്നില്ല. റമദാൻ ഒരു ദിവസം ജുസ്ഉ പാരായണം ചെയ്യുന്നുണ്ട്, എന്നാൽ റമദാൻ കഴിഞ്ഞാൽ അങ്ങനെ തിരക്കുകൾ പലതും ഉണ്ടാകാം. നിങ്ങൾ ഒരു 5 പേജ് ഓതും, അല്ലെങ്കിൽ 2 പേജ് നമ്മൾ തീരുമാനിക്കും. എല്ലാ ദിവസവും സൂര്യ നമസ്കാരത്തിന് ശേഷം 2 പേജ്, അല്ലെങ്കിൽ മഗ്രിബിന്റെ ശേഷം 2 പേജ്, 2 മതി. നിങ്ങൾക്ക് സാധ്യമാകുന്ന വളരെ കുറച്ച് നിങ്ങൾ തെരഞ്ഞെടുത്താൽ മതി. അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നിടത്താണ് വിജയം. നമ്മൾ രാത്രി നമസ്കരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും 10 നിർവഹിക്കണമെന്നില്ല. 3 റക്അത്ത് നമുക്ക് കഴിയുന്ന കാര്യമാണ്, വളരെ ചുരുങ്ങിയതാണ്. അത് നമ്മൾ ചെയ്തു പോകണം. കഴിഞ്ഞ ഒരു മാസക്കാലം 4:30, 4:45, 5 മണിക്കുമൊക്കെ നമ്മൾ അലാറം വെച്ചിട്ടുണ്ട്. എന്തിനാണ്? അത്താഴം കഴിക്കാനാണ്. ആ അലാറം ഓഫ് ചെയ്യരുത്. ആ അലാറം ഇനിയും അടിക്കട്ടെ, ഇനിയും മുഴങ്ങട്ടെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല യൻസിലു റബ്ബുനാ തബാറക വ തആല ഹീന യബ്ഖാ ഖുൽസൽ ലൈലിൽ ആഖിർ. റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. ആ സമയത്ത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ നൽകാം. പാപമോചനം തേടുന്നവരെ ഞാൻ പുറത്തു കൊടുക്കാം എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കാൻ വേണ്ടി വരുന്ന സമയമാണ്. ആ സമയത്ത് വീണ്ടും അലാറം നമ്മൾ അടിച്ചാൽ എഴുന്നേൽക്കണം. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരു 3 റക്അത്ത് നമസ്കരിക്കാൻ നമ്മൾ സന്നദ്ധമാകണം. ഇനി അതല്ല, അങ്ങനെ കഴിയില്ല എന്നാണോ? കുഴപ്പമില്ല, നിങ്ങൾ ഉറങ്ങും മുമ്പ് നമസ്കരിച്ചാൽ മതി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ കൊടുത്ത ഉപദേശം അതാണ്, അല്ലാ അർഖുദ ഖബ്ല അൻ ഔതിർ.
ഒറ്റയാൾക്ക് മുമ്പ് കിടന്നുറങ്ങാൻ പാടില്ല എന്ന്. നമ്മൾ തറാവീഹ് നമസ്കരിച്ചതുപോലെ ഇശാ നമസ്കാരത്തിന് ശേഷം അതിന്റെ സുന്നത്തും കഴിഞ്ഞിട്ട് 3 റക്അത്ത് നമസ്കരിച്ച് നിങ്ങൾ പിരിഞ്ഞു പോയാൽ മതി, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ നമസ്കരിച്ചാൽ മതി. ഒരു തുടർച്ച നമുക്ക് ആവശ്യമാണ്. ഒരിക്കലും അവസാനിപ്പിക്കുന്ന സഹോദരന്മാരെ, സ്വതക്ക ഒരിക്കലും അവസാനിപ്പിക്കേണ്ടതല്ല. റമദാൻ മാസത്തിൽ പല പിരിവുകാരും നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോൾ പണം നമ്മൾ കൊടുത്തിരുന്നു. അതിന്റെ തുടർച്ച പ്രവാചകൻ പഠിപ്പിച്ചു. പെരുന്നാൾ ദിവസത്തിൽ നിങ്ങൾ പണം കൊണ്ടുവരണം, നിങ്ങൾ സ്വതക്ക നൽകണം. പ്രവാചകനെ പ്രത്യേകം ഉപദേശിച്ചു പെരുന്നാൾ ഖുതുബയിൽ സ്വതക്ക നൽകാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് തുടർച്ച ആവശ്യമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, അങ്ങനെ തുടർച്ച നമുക്ക് ആവശ്യം. സഹോദരന്മാരെ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ആവശ്യമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ പെരുന്നാൾ ദിവസത്തിൽ രണ്ടാമത്തെ ഖുതുബയിൽ പങ്കെടുത്ത നമ്മൾ, രണ്ടാമത്തെ ജുമയിൽ പങ്കെടുത്ത നമ്മൾ സുഹൃത്തുക്കളെ, ഒരു തീരുമാനമെടുത്തിട്ടായിരിക്കണം നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒഴിവാക്കില്ല എൻ്റെ രാത്രി നമസ്കാരം, എൻ്റെ ഖുർആൻ പാരായണം, എൻ്റെ സ്വതക്ക, എൻ്റെ നാവിൽ പിടിച്ചു വെച്ചത്, എൻ്റെ സൽക്കർമ്മങ്ങൾ, ഞാൻ തിന്മകളിൽ നിന്ന് മാറുന്നത് ഒന്നും ഞാൻ ഇനി ഒഴിവാക്കുകയില്ല, ഇനിയും തുടർന്നു കൊണ്ടുപോകുമെന്നുള്ള ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുന്നുണ്ടോ, ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം നൽകും. നമ്മൾ മതി ഇനി റമദാൻ അടുത്ത റമദാനായിട്ടാകാം എന്നാണ് നമ്മുടെ മനസ്സിലെ തീരുമാനമെങ്കിൽ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് നമ്മൾ തിരിച്ചയക്കും. അതുകൊണ്ട് നല്ല ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് ഇനി എനിക്ക് നന്നാകണം, റമദാനിൽ എങ്ങനെയായിരുന്നു അതേ രൂപത്തിൽ വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലും എനിക്ക് ജീവിക്കാൻ കഴിയണം. അങ്ങനെ തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇബാദത്ത് അനുഷ്ഠിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ആരാധനകൾ അർപ്പിക്കുന്ന രൂപത്തിൽ യഖീനായ മരണത്തെ കണ്ടുമുട്ടാൻ നമ്മൾക്ക് കഴിയണം. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധ്യമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ വിജയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുക. സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിച്ച കർമ്മങ്ങൾക്ക് തുടർച്ചയുണ്ടാകണം. അത് നമ്മൾ റമദാനോടുകൂടി അവസാനിപ്പിക്കരുത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഈ ചെയ്ത പ്രവർത്തനങ്ങൾ തുടർച്ചയ്ക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിലെ നോമ്പിന്റെ പരിപൂർണമായ കൂലി നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു സുന്നത്ത് കൂടി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിലും മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ മുഹദ്ദിസുകളൊക്കെ അവരുടെ സുനനിൽ കൊണ്ടുവന്ന അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാൻ, ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പെടുത്തു, റമദാനിൽ പരിപൂർണമായി നോമ്പെടുത്തു, അതിനുശേഷം റമദാനിലെ നോമ്പിനെ തുടർന്നുകൊണ്ട് ശവ്വാൽ മാസത്തിൽ അവൻ 6 നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ അവൻ ഒരു വർഷക്കാലം നോമ്പെടുത്തതിന് തുല്യമാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചു. ഒരു നന്മക്ക് 10 കൂലിയാണ്, ഒരു നന്മക്ക് 10 കൂലിയാണ്. റമദാൻ മാസത്തിൽ ഒരു മാസത്തിലെ കർമ്മങ്ങൾക്ക് 10 കൊണ്ട് കുടിച്ചാൽ 300 കൂലിയാണ്. 6 ദിവസത്തിൽ ചെയ്താൽ 6നെ 10 കൊണ്ട് കുടിച്ചാൽ 360. അറബി മാസം അനുസരിച്ച് കൊണ്ട് 360 താഴെ ദിവസമാണ് ഒരു വർഷത്തിലുള്ളത്. അങ്ങനെയാണ് ഒരു കൊല്ലത്തെ കൂലി നമുക്ക് കിട്ടുക. സഹോദരന്മാരെ, റമദാൻ നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട്, ഇനി ഒരു കൊല്ലം മൊത്തം നോമ്പെടുത്ത് കൂലി കിട്ടണോ? ശവ്വാലിലെ 6 ദിവസം നോമ്പുകൾ കൂടി നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ശവ്വാൽ മാസത്തിലെ നോമ്പ് എടുക്കുന്ന വിഷയത്തിൽ 2-3 കാര്യങ്ങൾ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ശവ്വാൽ മാസത്തിൽ എത്രയും വേഗം നോമ്പെടുത്ത് പൂർത്തിയാക്കലാണ് നല്ലത്. എത്രയും, കാരണം റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പെടുത്ത ഒരു തുടർച്ചയൊന്നും ചെയ്യാൻ വേണ്ടി സാധ്യമാകും. എന്നാൽ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ശവ്വാൽ 3-ന് ശേഷമാണ് നോമ്പെടുക്കേണ്ടത്. കാരണം ആദ്യത്തെ 3 ദിവസം റമദാൻ കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം ഭക്ഷണത്തിന്റെയും ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസങ്ങളാണ്. നമ്മൾ കുടുംബ വീടുകൾ സന്ദർശിക്കും, അവിടെയൊക്കെ നമുക്ക് പറഞ്ഞ് തിന്നാനൊക്കെ ഉണ്ടാക്കി തരും. നോമ്പെടുത്തിട്ടാണെങ്കിൽ നമ്മൾ പിന്നെ സ്നേഹപൂർവ്വം മാറ്റി വെക്കേണ്ടി വരും. അതുകൊണ്ട് 3 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ തുടർച്ചയായി നോമ്പെടുത്താൽ മതി. അതല്ല, തൊട്ട് ശേഷം മുതൽ തന്നെ നോമ്പെടുക്കൽ അനുവദനീയമാണ് എന്ന് മറ്റു പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഏതാണ് സൗകര്യം പറഞ്ഞു അങ്ങനെ ചെയ്യാം. ഇനി അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ശവ്വാൽ മാസം കഴിയുന്നതിന് മുമ്പ് 6 ദിവസം നോമ്പെടുത്താൽ മതിയാകും. പക്ഷെ നമ്മൾ പിന്നീട് നമ്മൾ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നോമ്പെടുക്കാൻ സാധ്യമാകാതിരിക്കുകയും പിന്നെ ആ പുണ്യം നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ആ 6 നോമ്പ് നഷ്ടപ്പെടുത്തരുത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം, റമദാൻ മാസത്തിൽ ഏതെങ്കിലും നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്താണ്? സാമ റമളാൻ തുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ. ആ റമളാൻ മാസത്തിലെ നോമ്പിനെ ശവ്വാലിലെ 6 നോമ്പുകൾ തുടർത്തണം. അപ്പോൾ റമളാൻ മാസത്തിൽ നമുക്ക് ഏതെങ്കിലും നോമ്പ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ നോമ്പ് ഖളാ വീട്ടുകയാണ് വേണ്ടത്. അതിനുശേഷമാണ് ശവ്വാലിലെ 6 നോമ്പ് എടുക്കേണ്ടത്. സാധാരണ ബൈനോമ്പ് എന്ന പേരിൽ ശവ്വാൽ 6 നോമ്പിന്റെ കൂടെ റമളാനിലെ നോമ്പ് ഖളാ വീട്ടുന്ന ആ ശീലം നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ട്. അങ്ങനെ ചെയ്യാം, പക്ഷെ അവർക്ക് കൂലി നഷ്ടപ്പെട്ടു പോകും. അവർക്ക് ആ നോമ്പിന്റെ കൂടെ ഫർദ് നോമ്പിന്റെ നിയ്യത്ത് വെച്ചാൽ ഫർദ് നോമ്പിന് ഖളാ മാത്രമായി തീരും. ഈ കൂലി അവർക്ക് നഷ്ടപ്പെടും. ആദ്യം ഫർദ് നോമ്പ് വേറെ ഖളാ വീട്ടുകയും പിന്നെ ശവ്വാലിൽ 6 നോമ്പ് നോട്ട് വീട്ടുകയും ചെയ്യും. സ്ത്രീകളൊക്കെ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരാൾക്ക് ശവ്വാൽ മാസത്തിൽ നോട്ട് വീട്ടാൻ കഴിയാത്തത്ര നോമ്പ് റമദാനിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ശവ്വാൽ മാസത്തിന്റെ നോമ്പ് ആദ്യം നോട്ട് വീട്ടുക, പിന്നെ സൗകര്യപ്രദമായ രൂപത്തിൽ അവർക്ക് റമദാനിലെ നോമ്പ് നോട്ട് വീട്ടാവുന്നതാണ്. ഏതായിരുന്നാലും നമ്മൾ ഒരിക്കലും ഈ ശവ്വാലിലെ 6 നോമ്പ് നഷ്ടപ്പെടുത്തരുത്, അതിന്റെ കൂലിയും നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾക്ക് ഈ നന്മയുടെ തുടർച്ചയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെയൊക്കെ പഠിപ്പിച്ചു തരുന്നത്. ഈ നോമ്പിന് പുറമെ തിങ്കളും വ്യാഴവും ഓരോ മാസത്തിലെയും 3 ദിവസവും ഒക്കെ നമുക്ക് നോമ്പുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിവിന്റെ പരമാവധി ശീലമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റബ്ബാന റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നന്മകളിൽ മത്സരിക്കാനുള്ള തൗഫീഖ് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.